ചിങ്കം സാറേ, നിങ്ങൾ വേണം ഞങ്ങളുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ. വേണ്ട മോട്ടു, വേണ്ട. നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ട് ഞാൻ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ കുടുങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എനിക്കത് വേണ്ട. അങ്ങനെ പറയരുത് പ്ലീസ് ചിങ്കം സാർ, പ്ലീസ് 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 പ്ലീസ്. നിങ്ങളാണ് ഞങ്ങളുടെ ഭാഗ്യക്കുറി സാറേ. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇനോഗ്രേഷൻ ഞാൻ നടത്താം. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് ഡബിൾ ബെഡ് വേണം. ഇതാണ് എന്റെ അഡ്രസ്. ഞാനും ഡോക്ടർ ജഡ്കയും കൂടി ഡബിൾ ബെഡ് ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ എന്തെങ്കിലും ഉണ്ടാക്ക. ഇത് കണ്ടോ, ഞാനൊരു ചെയർ ഉണ്ടാക്കി. ഇപ്പൊ നോക്ക്, നേരെയായില്ലേ നമ്മുടെ ആദ്യത്തെ ചെയർ. ആദ്യം ഞാനിരിക്കാം. വേണ്ട, ഞാൻ ഇരുന്നോളാം. ഒന്ന് മാറുകയെ, ആദ്യം ഞാനിരിക്കാം. അതെ, ഈ കസേരയിൽ ആദ്യം ഞാനൊന്നിരിക്കട്ടെ. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചെയറാ, നിങ്ങളൊക്കെ ചേർന്നത് പൊട്ടിച്ചു അല്ലേ? പൊളിക്കടുത്തല്ലോ. നിങ്ങൾ എല്ലാരും ഒന്ന് സഹായിച്ചാ ഞാൻ എടുക്കുന്ന ഈ അലമാരുടെ പണി പെട്ടെന്ന് തീരുണ്ടോ? തരൂ തരൂ, ഞാൻ സഹായിക്കാം. ഡോക്ടർ ജഡ്ക പത്ലു, നിങ്ങൾ രണ്ടുപേരും ഡബിൾ ബെഡ് ചെയ്തോളൂ. നോക്കൂ ഗസീറ്ററാം, ഞാൻ എത്ര പെട്ടെന്നാണ് അലമാരയ്ക്ക് വാതിൽ വെച്ചതെന്ന്. പൊളിക്കടുത്തല്ലോ. മോട്ടു, നീ എന്നെ അലമാരിക്കകത്ത് പൂട്ടി. എന്നൊന്ന് വേഗം പുറത്തേക്ക് ഇറക്ക്. ഡോറെന്താ തുറക്കാൻ പറ്റാത്തത്? കാരണം മോട്ടു വാതിലിന്റെ പിടി പുറകിലാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അലമാരി തിരിച്ചാ പണിഞ്ഞിരിക്കുന്നേ. തിരക്കില് വിട്ടുപോയതാ. ഗസീറ്ററാം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോട്ടു ഈ വാതിൽ തിരിച്ചാ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഞങ്ങള് വാളുകൊണ്ട് മുറിച്ച് നിങ്ങളെ പുറത്തെടുത്തോളാം. വേണ്ട വേണ്ട, അത് വെച്ച് മുറിക്കല്ലേ. ഞാൻ അകത്തല്ലേ ഉള്ളത്. വേഗം രക്ഷിക്കണേ. മമ്മി, അമ്മച്ചി. അതെ, നമുക്ക് ആ മോട്ടു പത്രോട് ഒരു പാഠം പഠിപ്പിക്കണം. അവര് കാരണം നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. അവരോട് ദേഷ്യം തോന്നല്ലേ സിംഗം സാർ? ഒരുപക്ഷെ അവര് മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല. പൊളിക്കത്തല്ലോ, പൊളിക്കത്തല്ലോ, പൊളിക്കത്തല്ലോ. ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. എല്ലാരും പിടിച്ച് ഞാൻ ജയിലിലിടും. ചിങ്കം സാറ്, നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് എന്താ ദേഷ്യം വരാത്തെന്ന്. നിങ്ങൾക്ക് ഫർണിച്ചർ മേടിക്കാനുണ്ടല്ലേ? ഒരു ആണി പോലും പിടിക്കാറിയില്ല. നീയൊക്കെയാണ് കാർപ്പൻറ്റർ ആവാൻ പോണത്. തന്നെ ഞാൻ കാണിച്ചുതരാ ആണി എങ്ങനെ പിടിക്കേണ്ടതെന്ന്. ഇത് നോക്ക്, ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്റെ അമ്മോ! ചിങ്കം സാറെ, നിങ്ങൾ ഓരോ കുഴിയിലും ചെന്ന് ചാടുവാണല്ലോ. എന്നിട്ട് വെറുതെ മോട്ടു പത്തിലും കുറ്റം പറയുക. ആണി പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലേ മോട്ടു? വരാനുള്ളത് തീർച്ചയായും ഓട്ടോ പിടിച്ചെങ്കിലും വന്നിരിക്കും. ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കുമല്ലേ? നിങ്ങൾ പറ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്?
പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾ എഴുന്നേക്കുമ്പോഴാ. അത് നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാ. ഇതാ ഞാൻ എഴുന്നേറ്റു. എന്തു പറ്റി? ഇതെന്ത് സംഭവിച്ചു? ഈ ടേബിൾ എന്റെ പുറകിൽ ഒട്ടിപ്പിടിച്ചത് എങ്ങനാ? പെട്ടെന്ന് അത് എടുത്തു മാറ്റാം, അല്ലെങ്കിൽ രണ്ടിന്റെ എല്ല് ഞാൻ നുറുക്കിയെടുക്കും. ഒന്നുകൂടി വലിച്ചു പിടിക്ക് മുറുക്കനെ ഐലസ. എന്റെ അമ്മോ. ഒരു മിനിറ്റ് ബോക്സർ ഏട്ടാ, ഒരു മിനിറ്റ്. ഞാൻ ഈ ആക്സോ ബ്ലേഡ് കൊണ്ട് അത് മുറിച്ച് മാറ്റി തരാം. അയ്യോ വേണ്ട വേണ്ട, എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ടേബിളിന് പകരം എന്ത് മുറിച്ചു മാറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ അവിടുന്ന്. ബോക്സർ അവിടെ നിക്ക്. ഇന്ത്യ നിയമമാണ് സത്യം. ഇപ്പൊ താൻ പറഞ്ഞേ തനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടാവല്ലോ. അമ്മച്ചി, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഓ ചിങ്ക അകത്ത് തന്നെ ഇരിക്കട്ടെ. പുറത്തേക്ക് വന്നാൽ ഈ കസ്റ്റമർ ചിലപ്പോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്റെ ഡബിൾ ബെഡ് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ആ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു സാറേ, വന്ന് നോക്കൂ. എന്നെ പുറത്തേക്ക് വിടൂ. എന്നെ പുറത്തേക്ക് വിടാൻ. കണ്ടില്ലേ സാറേ എത്ര വലിയ അറയാണെന്ന്. സാറേ സാറിത് എങ്ങോട്ടാ പോയത്? തുറക്കണോ ഇത്? ഓ കട്ടില് അകത്തല്ല, കട്ടില് മുകളിലാ ഉറങ്ങേണ്ടത്. പൊളിച്ചെടുത്തല്ലോ. ഇന്ന് നമുക്ക് ഒരുപാട് തല്ല് കിട്ടുന്ന തോന്നുന്നേ. ഓടിക്കോ. സോറി സാർ, വെരി സോറി. പെട്ടെന്ന് ഈ ബെഡ് എന്റെ വീട്ടിലേക്ക് എത്തിക്ക്. പൈസ ഞാൻ അവിടെ വെച്ച് തരാം. ഓക്കെ സാർ. വിടില്ല ഞാൻ. ഒറ്റൊരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വിടില്ല ഞാൻ. അവിടെ നിക്ക്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ആരെയൊക്കെ ഇവിടെ നിൽക്കാൻ. ഓട്ടുപൊത്തലൂ. നമ്മൾ ഇതും എടുത്തോണ്ട് എന്തിനാ ഓടുന്നത്? ഇതിന് താഴെ ചെറിയ ചെറിയ വീലുകൾ ഉണ്ടല്ലോ. എന്നാ പിന്നെ നമുക്കിത് ഉരുട്ടി കൊണ്ടുപോകാം മോട്ടു. എന്റെ അമ്മോ, അവിടെ നിക്ക്. മോട്ടു പത്ലു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. വേണ്ട വേണ്ട. എന്റെ അമ്മോ, എടോ ബോക്സർ, തനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ പറഞ്ഞോ. എടോ ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. പറഞ്ഞോ. സാറേ എനിക്ക് വരുന്ന ദേഷ്യം എത്രയാണെന്ന് അറിയാവോ? ഇന്ന് ആ രണ്ടിനെയും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്, അറിയാവോ? അങ്ങനെ തന്നെ വേണം. അവന്മാരെ നമ്മൾ ഇടിച്ച് ചമ്മന്തിയാക്കണം. എന്റെ അമ്മോ, ഞാൻ അവരെല്ലാം തല്ലാൻ പറഞ്ഞത് മോട്ടു പത്ലൂനെ, എന്നെ അല്ല. നമ്മുടെ പുറകിൽ തന്നെ ചിങ്കം സാറുണ്ട്. വേഗത്തിൽ വിട്ടോ, വേഗത്തിൽ വിട്ടോ. ഇതിലും കൂടുതൽ സ്പീഡിൽ എനിക്ക് ഓടാൻ പറ്റില്ല. വെറുതെ വിടാൻ പോകുന്നില്ല. ഐഡിയ. അവിടെ നിൽക്ക്. ഇങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ. അവന്മാരകത്ത് തന്നെ ഉണ്ട്. പോവാം. അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. എന്തിനാ എന്നിട്ടിങ്ങനെ ഇവിടെ ഇടിക്കുന്നത്? അവന്മാരെയല്ലേ തല്ലേണ്ടത്. എന്റെ അമ്മോ, ഇത് മോട്ടുവല്ലേ? ബോക്സറിട്ടാ വേഗം വരണം. നിങ്ങളോടാ പറയണത് വേഗം വരാൻ. വേണ്ട. എന്റെ അമ്മോ, നിങ്ങളെല്ലാവരും ചേർന്ന് എന്തിനാ എന്നെ തല്ലുന്നത്? ഒന്ന് മതിയാക്ക്. സോറി സോറി, ആ മോട്ടും പത്രും എവിടെ പോയി? ഓടിക്കോ.
ഡോക്ടർ ജഡ്കിൻ ഗസീറ്ററാമും നമ്മളെ ഇട്ടിട്ട് പോയി. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ ബെഡ് മുകളിലേക്ക് എത്തിക്കണം. വരൂ, വേഗം മുകളിലേക്ക് ചെന്ന് ഈ കട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിനകത്തിടാം. ദൈവത്തിനോട് നന്ദി പറയണം, കാരണം ആ ബോക്സർ ഇവിടെ ഇല്ലല്ലോ. എടോ മോട്ടു പത്ലു, stop in the name of law. ഇന്ന് ഞാൻ രണ്ടിനെയും വിടാൻ പോകുന്നില്ല. ഏയ് ഏയ്, അവിടെ നിൽക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.